നമസ്കാരം. നേതൃത്വം എന്താണ്? അത് ഒരു കഥയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. റഷ്യ ഭരിച്ചിരുന്ന നേതാവാണ് ലെനിൻ. ലെനിൻ ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിൽ ഓട്സ് വെച്ച് കഞ്ഞി ഉണ്ടാക്കി അത് കുടിക്കുകയാണ്. ഇത് കണ്ട സ്നേഹിതൻ ചോദിച്ചു, വിപ്ലവ വീരനായ താങ്കൾ കഞ്ഞി കുടിക്കുന്നു? അതിന് മറുപടിയായി ലെനിൻ പറഞ്ഞത്, എൻ്റെ രാജ്യത്തെ ജനങ്ങൾ എപ്പോൾ മുതൽ റൊട്ടി കഴിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതലേ ഞാനും റൊട്ടി കഴിക്കുകയുള്ളൂ എന്ന്. ഇത് ഒരു ലോകത്തെ വലിയ രാജ്യമായിരുന്ന റഷ്യയുടെ ഭരണാധികാരി പറഞ്ഞ വാക്കുകളാണ്. ഈ വാക്കുകളിൽ നിന്ന് ഒരു നേതാവ് ആരാണ് എന്നുള്ളത് ഈ കഥയിലൂടെ വ്യക്തമാകും. നയിക്കാൻ കഴിവുള്ള ആളാണ് നേതാവ്. നേതൃത്വം പ്രവർത്തിക്കലാണ്, അതൊരു പദവിയല്ല. പലപ്പോഴും അത് മറ്റുള്ളവരെ സഹായിക്കാനായി സ്വയം അർപ്പിക്കലാണ്. കൂട്ടത്തിലുള്ള മറ്റുള്ളവരെ സ്വാധീനിച്ച് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്ന പ്രക്രിയയാണ് ഒരു നേതാവിന് വേണ്ടത്. അതാണ് നേതൃത്വം. പൊതുവായ കർത്തവ്യ പൂർത്തിക്കായി നേതാവ് അംഗങ്ങളെ സഹായിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യും. നേതൃത്വം ആരെയും പിന്തുടരാൻ നിർബന്ധിക്കത്തില്ല, യാത്രയിൽ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. നേതൃത്വം ഒരു പ്രചോദിപ്പിക്കലാണ്. വ്യക്തികളെ സവിശേഷമായ രീതിയിൽ ചലിപ്പിച്ച് ആ കാലഘട്ടത്തിലെ വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ലക്ഷ്യം നേടുന്ന കലയാണ് നേതൃത്വം. അതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു. അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മാവൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ മറ്റു ചില ബന്ധുക്കൾ പലരും പട്ടാളത്തിൽ ചേർന്ന് സേവനമനുഷ്ഠിച്ചവരാണ്. അതുകൊണ്ട് എൻ്റെ മകന് പട്ടാളത്തിൽ ഒരു ഉയർന്ന പദവി നൽകണം. ആ വീട്ടമ്മയുടെ ആ അപേക്ഷ എബ്രഹാം ലിങ്കൺ വളരെ ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ അവരോടതിന് മറുപടിയായി പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ കുടുംബം ഇതിനകം ആവശ്യത്തിൽ കവിഞ്ഞ് സേവനം നാടിനു വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഈ നിലയിൽ ഇനി മറ്റുള്ളവർക്കും ഒരവസരം നൽകുന്നതല്ലേ ഏറ്റവും ശരിയായ കാര്യം. അങ്ങനെ ആ അമ്മയുടെ മകന് ജോലി നൽകിയില്ല. അത് മറ്റൊരാൾക്കായിട്ട് എബ്രഹാം ലിങ്കൺ മാറ്റിവെച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നേതൃത്വം എന്നത് ഒരു ദർശനം പങ്കുവെക്കുന്ന ആളായിരിക്കണം നേതാവ്. അത് വ്യക്തികളെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം, വ്യക്തികളെ ശാക്തീകരിക്കുന്നതുമാവണം, പരിവർത്തനത്തിലേക്ക് നയിക്കുന്നതുമാകണം നേതൃത്വം. ഒരു നേതാവ് എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ കഴിവിനെയും അവകാശത്തെയും സാധ്യതയും അംഗീകരിക്കണം. സാമൂഹിക നിയമങ്ങളെയും വ്യവസ്ഥിതിയെയും നയങ്ങളെയും സ്വാധീനിക്കുന്ന ആളായിരിക്കണം ഒരു നേതാവ്. വിഭവങ്ങളെയും നേട്ടങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ മികച്ച നൈപുണ്യം നേടുന്ന ആളായിരിക്കണം നേതാവ്. ഇത് ഓരോ നേതൃനിരയിൽ നിൽക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു നേതാവിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ ചെറിയ വാക്കുകളിൽ നിങ്ങളുമായി പങ്കുവച്ചത് മാത്രം. നന്ദി, നമസ്കാരം.